ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലൻ രാത്രി തന്നെ സ്നേഹതീരത്ത് എത്തിച്ചേരുകയാണ്. അപ്പം പെട്ടെന്ന് ഈ സമയത്തുള്ള ജയപാലൻ്റെ ഈ വരവിൽ നമ്മുടെ ശാരദയ്ക്കും മക്കൾക്കും ആകെ ടെൻഷനാവുക. അപ്പോൾ ശാരദ ചോദിക്കും, അല്ല ജയപാലേട്ട, ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ ശാരദയും കൂടി ഇരുത്തി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പം രാത്രിയിലാണല്ലോ എല്ലാവരും ഉള്ളത്, അതുകൊണ്ട് ഞാൻ വന്നതാ. കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നും അല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അതും തെറ്റായി പോകും എന്ന് പറയണം. എന്താന്ന് വെച്ചാൽ കാര്യം പറ ജയപാലേട്ട എന്ന്. അപ്പം ശാരദ പറയാം, ശാരദ ടെൻഷൻ അടിക്കാൻ മാത്രം കാര്യമൊന്നുമില്ല, ഞാൻ ഇന്ന് എൻ്റെ അരവിന്ദനെ സ്വപ്നം കണ്ടു എന്ന് പറയാം. അത് കേൾക്കുമ്പം പെട്ടെന്ന് നമ്മുടെ കാവേരി പറയും, ആ അച്ഛൻ ഇത്രയും മക്കളും ഭാര്യയും ഒക്കെ ഉള്ളപ്പം വഴി കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അങ്കിൾ അച്ഛനെ സ്വപ്നം കാണാൻ ഒരു സാധ്യതയില്ല എന്ന് കാവേരി പറയണം കേട്ടോ. അതെന്ത് വർത്താനോ കാവേരി നീ പറയുന്നത്? ഞാനും ജയപാലനും തമ്മിലുള്ള ബന്ധം നിനക്കറിയാൻ മേലേ? ഇല്ലെങ്കിൽ ശാരദയോട് ചോദിച്ചു നോക്ക്, ഇവക്കറിയാം ഞങ്ങൾ എങ്ങനെയായിരുന്നെന്ന് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, കാവേരി നീ മിണ്ടാതിരുന്നേ എന്ന് പറയാണ്. അല്ല ശാരദേ, ഇവിടെ നിങ്ങളിപ്പോൾ ഹോം സ്റ്റേ തുടങ്ങിയെന്നൊക്കെ ഞാൻ കേട്ടല്ലോ. അത് ഈ പിള്ളേരുടെ ഓരോ വട്ട ജയപാലേട്ട എന്ന് ശാരദ മറുപടി പറയും. ഇതൊന്നും അത്ര നല്ലതല്ല. അല്ല, പെൺകുട്ടികൾ മാത്രമുള്ള വീടാ, എന്തെങ്കിലും ആപത്തുണ്ടായിട്ട് പിന്നെ കാറിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ കാവേരി പറയും, അയ്യോ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളെ രക്ഷിക്കാൻ ജയപാലങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയില്ലേ, ഞങ്ങൾ ജയപാലങ്ങളെ ഒന്ന് നീട്ടി വിളിച്ചാൽ അപ്പം തന്നെ ഓടി വരുമെന്ന് എനിക്കറിയാലോ എന്ന് കാവേരി പറയും കേട്ടോ. അതൊക്കെ ഞാൻ വരും. കാവേരിക്ക് അത്രയ്ക്കും വകതിരിവെങ്കിലും ഉണ്ടായിപ്പോയല്ലോ. എങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം. ഞാനിന്ന് എൻ്റെ അരവിന്ദനെ സ്വപ്നം കണ്ടപ്പോൾ പോലും അവൻ പറയുന്നത് ഇങ്ങനെ ഹോം സ്റ്റേ ഒന്നും എൻ്റെ മക്കൾ നടത്തുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നാ. അതൊക്കെ പറയാനും കൂടിയാണ് ഞാൻ വന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാൻ കേട്ടോ. അപ്പം കാവേരി ഗംഗയുടെ ചെവി പറയും, കണ്ടോ നമ്മളിവിടെ ഹോം സ്റ്റേ തുടങ്ങിയതൊന്നും അങ്ങേർക്ക് പിടിക്കുന്നില്ല, അതെങ്ങനെയും മുടക്കണം. അതിനായിട്ടാ ഈ നിഷ്കളങ്കം ചമഞ്ഞുള്ള ഈ വരവ് എന്ന് പറയണ. ജയപാലേട്ടൻ ഇത് പറയാനാണോ വന്നത്? എങ്കിൽ ചോറ് ഞങ്ങൾ കഴിച്ചില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ചോറുണ്ണാം എന്ന് പറയാം. വേണ്ട ശാരദ, ചോറൊന്നും എടുക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഞാൻ വന്നത് ശാരദ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശാരദയ്ക്കോ മക്കൾക്കോ എന്നോട് നേരിട്ട് ചോദിക്കാൻ ഒരു മടിയും വേണ്ടെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ജയപാലേട്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ജയപാലേട്ടൻ്റെ അടുത്തേക്കല്ലേ ഓടി വരുള്ളൂ എന്ന് ശാരദ ചോദിക്കുക. എന്നിട്ടാണോ യമുനയുടെ ഫീസ് അടയ്ക്കാൻ കാശില്ലെന്ന് വിശാലിനോട് പറഞ്ഞു വിട്ടത്? വിശാൽ വന്ന് എന്നോട് പറഞ്ഞ് ഞാൻ പൈസ തന്ന് അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്നോട് നേരിട്ട് പറഞ്ഞാലും ഞാൻ അറിയൂലോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. യമുനയാണെങ്കിൽ കരയാൻ പാകത്തിന് നിൽക്കുക. താൻ ഒരിക്കലും വിശാലിനോട് പൈസ ചോദിച്ചിട്ടില്ല. എന്താ യമുന മോളെ ഇങ്ങനെയൊക്കെ? വിശാലിനോടാണോ നീ കാശ് ചോദിക്കേണ്ടത്? കോളേജിൽ പോകുന്ന അവൻ്റെ കയ്യിൽ എവിടെ കാശിരിക്കാനാ? അവൻ വന്ന് എന്നോടേ ചോദിക്കുള്ളൂ, ഞാൻ കൊടുത്തിട്ടാലല്ലേ അവൻ്റെ കയ്യിലും കാശ് വരുള്ളൂ. മോക്ക് എന്നോട് ചോദിക്കാൻ മേലായിരുന്നോ? ഇല്ലേ ശാരദയ്ക്ക് എന്നോട് വന്നൊരു വാക്ക് പറയായിരുന്നു, ഞാൻ ഫീസ് ഉറപ്പായിട്ടും അടച്ചേനാലോ എന്ന് ചോദിക്കാം. അപ്പോൾ ശാരദ പറയും, ഇല്ല ജയപാലേട്ട, ഇങ്ങനൊരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല, ഫീസ് അടയ്ക്കുന്ന കാര്യമൊന്നും ഇവളിവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അതെനിക്കും തോന്നി, ശാരദ അറിഞ്ഞാൽ ഇങ്ങനൊന്നും വിശാലിനോടൊന്നും കാശ് ചോദിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നേ ഞാനും ചിന്തിച്ചു. സാരമില്ല, ഫീസ് ഞാൻ അടച്ചേക്കാം എന്ന് പറയാണ് കേട്ടോ ജയപാലൻ. അപ്പോൾ ശാരദ പറയും, അതൊന്നും വേണ്ട ജയപാലേട്ട, ഞങ്ങൾ തന്നെ അടച്ചോളാം. ഇങ്ങനൊരു കാര്യം ഇവള് പറഞ്ഞാലല്ലേ ഞാൻ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുക. ശാരദ അറിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് എന്തായാലും നന്നായല്ലേ. എങ്കിൽ പിന്നെ നിങ്ങൾ ചോറൊക്കെ ഉണ്ടോ, ഞാനെന്നാൽ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ജയപാലൻ ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ശാരദയ്ക്ക് നല്ല ദേഷ്യം വരിക. ശാരദ യമുനയ്ക്ക് ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. എന്തിനാ അമ്മ എന്നെ തല്ലുന്നേ എന്ന് ചോദിക്കുക കരഞ്ഞോണ്ട്. അപ്പോൾ പെട്ടെന്ന് നിളയം പറയും, അമ്മേ യമുനച്ചി തല്ലല്ലേ എന്ന് പറയാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ, ഞാൻ ആരോടും കാശും ചോദിച്ചില്ല, ഇന്ന് ക്ലാസ് കയറ്റിയില്ലെന്നേ പുറത്ത് നിർത്തിയേക്കുമായിരുന്നു. അത് കണ്ട വിശാല് ഫീസ് അടച്ചില്ലേ എന്ന് എന്നോട് ഇങ്ങോട്ടാണ് ചോദിച്ചത്, അല്ലാതെ അവനോടൊന്നും ഞാൻ കാശ് ചോദിച്ചിട്ടില്ല എന്ന് പറയണം. നിനക്ക് ഫീസ് അടയ്ക്കാറായെങ്കിൽ അത് നീ ഞങ്ങളോടല്ലേ പറയേണ്ടത്, പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ എന്ന് ചോദിക്കുക. ഈ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. സെമിസ്റ്റർ ഫീസ് വലിയൊരു തുകയാണ്, അത് എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? വെറുതെ പറഞ്ഞ് നിങ്ങളെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കാന്നല്ലാതെ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുക. കാര്യം പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ എന്ന് അപ്പോൾ കാവേരിയും ചോദിക്കുക. നീ എങ്ങനെയെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം, നിനക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അത് എത്ര ദിവസം നീ മറച്ചു വെക്കും? ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ഒരിക്കലും നിന്റെ ഫീസൊന്നും അടയ്ക്കാൻ അയാൾ മനസ്സാ സമ്മതിക്കില്ല. എങ്ങനെയും ഇക്കാര്യം ഇവിടെ അറിയിക്കണം, എന്നിട്ട് നിന്നോട് എല്ലാവരും ദേഷ്യപ്പെടണം. ഇത് തന്നെയാണ് അയാൾ ഉദ്ദേശിച്ചത് എന്ന് പറയാൻ കേട്ടോ. നിനക്ക് എന്നതാ എൻ്റെ കാവേരി, ജയപാലേട്ടൻ എത്ര നല്ലത് ചെയ്താലും നീ ഒരിക്കലും അതൊന്നും കാണുന്നില്ല, എന്നിട്ട് കുറ്റം മാത്രം കാണുന്നു. ഈ അച്ഛനിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നല്ല അടി വെച്ച് തന്നേനെ എന്ന് ശാരദ കാവേരിയോട് പറയാം. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ ആയിട്ടും നമ്മുടെ
യമുനയാണെങ്കിൽ കോളേജിലൊന്നും പോകാതെ അവളുടെ റൂമിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുക. അപ്പോൾ ഗംഗ അടുത്തേക്ക് ചെല്ലുകയാണ്. എടി, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? എന്തിനാ ചേച്ചി? ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് ക്ലാസ്സിൽ എന്തായാലും കയറ്റാൻ പോകുന്നില്ല. പുറത്തൊരു കുട്ടി നിൽക്കുന്ന കാണുമ്പം എല്ലാവരും എന്നെ ശ്രദ്ധിക്കും. ഇപ്പം തന്നെ പലർക്കും അറിയാം ഫീസ് ാതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്നത് ഗൾഫുകാരൻ അരവിന്ദൻ്റെ മകളാണെന്ന്. എല്ലാവരുടെ നോട്ടവും ഭാവവും എനിക്ക് വയ്യ ചേച്ചി, എന്തിനാ വെറുതെ നാണം കെടാനായിട്ട് അങ്ങോട്ട് പോകുന്നത് എന്ന് യമുന പറയാം. ഗംഗ പറയും, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടും പൊടിയും കൂടി എടുത്ത് പണയം വെച്ചിട്ടാ ഈ വീട് നമ്മൾ തിരിച്ചു പിടിച്ചത്. ഇനി ചേച്ചിയുടെ കയ്യിൽ പണയം വെക്കാനായിട്ട് ഒന്നുമില്ല മോളെ. അതുമല്ല, തയ്ച്ച് കിട്ടുന്ന കാശ് അന്നേക്കുള്ള വീട്ടു ചെലവിന് എടുക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ മിച്ചമായിട്ട് 1 രൂപ പോലും ഇരിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും യമുന പറയും, അതൊന്നും സാരമില്ല ചേച്ചി, എല്ലാവരും കോളേജിൽ പോയിട്ടാണോ പഠിക്കുന്നത്? പഠിക്കാനുള്ളവർ വീട്ടിലിരുന്നാലും പഠിക്കാൻ പറ്റും. ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം, എക്സാം മാത്രം പോയി എഴുതിയാൽ മതിയല്ലോ, അതിനുള്ള ഫീസൊക്കെ നമുക്ക് ഒപ്പിക്കാലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്ന കാവേരി പറയും, നീ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറയാണ്. ഫീസ് അടയ്ക്കാനുള്ള പണമല്ലേ, അത് ഞാൻ തരും എന്ന് പറയാം. അപ്പോൾ ഗംഗ ചോദിക്കും, എടി നിൻ്റെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുക. രാജേശ്വരി മേഡത്തിൻ്റെ അടുത്തുനിന്ന് വാങ്ങാനാണോ? ആ ഭദ്രകാളിയോടൊക്കെ ആര് ചോദിക്കാനാ എന്ന് അപ്പം കാവേരി പറയും കേട്ടോ. ഇത്തവണ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പം എനിക്കൊരു ചെയിൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, അത് പണയം വെക്കാം. അത് പണയം വെച്ചാൽ ഇവളുടെ ഫീസ് അടയ്ക്കാനുള്ള പൈസ കിട്ടും. എടി, ഇനി നിനക്ക് ആകെയുള്ള സ്വർണ്ണമെന്ന് പറയാൻ അത് മാത്രമല്ലേ ഉള്ളൂ എന്ന് ഗംഗ ചോദിക്കാം. അപ്പം പെട്ടെന്ന് ശാരദ അങ്ങോട്ട് വരിക. എടി, ബാങ്ക് എപ്പോഴാണ് തുറക്കുന്നത്? 10 മണിയാകും. എന്നാൽ എൻ്റെ കൂടെ ഒന്ന് ബാങ്കിലേക്ക് വരാമോ എന്ന് ഗംഗയോട് ചോദിക്കുക. എന്തിനാ അമ്മ ബാങ്കിലൊക്കെ പോകുന്നേ? ഇവളുടെ ഫീസ് അടയ്ക്കണ്ടേ? എൻ്റെ കമ്മൽ പണയം വെക്കാം എന്ന് ശാരദ പറയാം. അപ്പം കാവേരി പറയും, ഓ, അതിനാരുടെയും കമ്മലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ചെയിൻ കൊടുത്തോളാം പണയം വെക്കാൻ എന്ന് പറയാം. ചെയിൻ കൊടുക്കണോ കമ്മൽ കൊടുക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, മര്യാദയ്ക്ക് പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് ശാരദ പറയും. ഓ, ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഇന്നലെ രാത്രി, ഞാൻ വിചാരിച്ചു ഇതിനെ തല്ലിക്കൊല്ലൂന്ന് എന്ന് കാവേരി പറയും കേട്ടോ. അപ്പം ശാരദ യമുനയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, മോക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുക. എനിക്ക് പെട്ടെന്ന് ജയപാലേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം സങ്കടം വന്നിട്ട് ഏയ് ഇല്ലമ്മേ എന്ന് പറയുകയാണേ. ഫീസൊക്കെ അടയ്ക്കാം, അതിനുള്ള വകുപ്പ് അമ്മ തന്നെ ശരിയാക്കി തന്നോളാം. നാളെ തൊട്ട് നീ കോളേജിൽ പോകണം, ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കാനും പാടില്ല എന്നൊക്കെ ശാരദ പറയുകയാണേ. സമയം നമ്മുടെ അരവിന്ദൻ്റെ കുടുംബത്തെ കാണാൻ ഒരു അതിഥി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അദ്ദേഹം വന്ന വണ്ടിക്ക് കാശൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കയറി നേരെ വരികയാണ്. അരവിന്ദൻ്റെ മാലയിട്ട് ഫോട്ടോ കാണുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയാം. വളരെ വേദനയോടെ അരവിന്ദ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ ആ ഫോട്ടോയിൽ തലോടുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ശാരദ അവിടേക്ക് വരുന്നത്. അപ്പം അരവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ള ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞുള്ള ഭാവം കാണുന്ന ശാരദ ചോദിക്കും, നാരായണേട്ടനല്ലേ എന്ന് ചോദിക്കുക. അതെ എന്ന് പറയാണ്. അരവിന്ദേട്ടൻ എപ്പോഴും പറയുമായിരുന്നു നാരായണേട്ടനെ പറ്റി എന്ന് ശാരദ പറയുക. ഇരിക്കുക എന്ന് പറഞ്ഞ് ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രാധമ്മയും മക്കളും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും വന്ന് നിൽക്കുക. നാരായണേട്ടൻ്റെ കാര്യം അരവിന്ദേട്ടന് പറയാൻ 100 നാക്കായിരുന്നു. എപ്പോഴും പറയും, വയലാറിനോടും ദേവരാജനോടും ഒക്കെയുള്ള ഇഷ്ടവും നാരായണേട്ടൻ്റെ പേപ്പർ കോഡിൻ്റെ കാര്യവും പാട്ടും ഒക്കെ പറയും. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം അവൻ എന്നോട് പറയാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ പറഞ്ഞിരിക്കാനുള്ളൂ, ഇവിടെയുള്ള എല്ലാവരെയും അവൻ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം. മതം, രാഷ്ട്രീയം ഇതെല്ലാം കടലിനക്കരെ എത്തിയാൽ തിരയെടുത്ത പോലെ മാഞ്ഞു പോകും. പിന്നെ മനുഷ്യനെ മാത്രമേ അവിടെ കാണാൻ സാധിക്കൂ. കുറേ കാലം ഒരേ മുറിയിലായിരുന്നില്ലേ ഞങ്ങൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നാരായണേട്ടൻ അവരെല്ലാവരോടും. അപ്പം മക്കളെല്ലാവരും അച്ഛൻ്റെ ഓർമ്മയിലേക്ക് വരിക. അരവിന്ദൻ്റെ കാര്യം ആർക്കും ഇതുവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അവൻ മരിക്കാനുള്ള പ്രായമായോ? എന്നിട്ടും എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് രാധമ്മ പറയാം. മരിക്കാൻ അങ്ങനെ പ്രായമൊന്നും ഇല്ലമ്മേ എന്ന് അത് കേൾക്കുന്ന നാരായണേട്ടൻ പറയാണ്. നിങ്ങളെല്ലാവരെ പറ്റിയും അവനും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അക്കരെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നാട്ടിലുള്ളവരെ പറ്റിയും വീട്ടിലുള്ളവരെ പറ്റിയും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കും. ശാരദയും രാധമ്മയും മക്കളെയൊക്കെ അവൻ പറഞ്ഞ് എനിക്ക് നന്നായിട്ടറിയാം എന്ന് നാരായണേട്ടൻ പറയാണ്. അവൻ എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു. അവൻ്റെ ഈ മരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഈ നാട്ടിൽ വരുമ്പം തന്നെ അവൻ്റെ വീട്ടിലൊന്ന് വരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് നാരായണേട്ടൻ പറയാം. അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ പണം പിരിക്കുന്നതും അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ മുന്നിട്ടിറങ്ങുന്നതും ഒക്കെ അവനായിരുന്നു. ആർക്കും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന പ്രകൃതം, എല്ലാവരെയും സഹായിക്കും. അത്ര നല്ല മനുഷ്യനായിരുന്നു. നാട്ടിലേക്കും കാശയക്കും എല്ലാം അവൻ ഇങ്ങനെ ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയും, എല്ലാത്തിനും ഒരു കണക്കൊക്കെ വേണ്ടേ അരവിന്ദ.
എന്നെ കൈയഴിച്ച് ആരെ സഹായിക്കരുത്, എല്ലാത്തിൻ്റെയും കണക്കും കാര്യവും ഒക്കെ വെക്കണം, നിനക്കൊരു കുടുംബം ഉള്ളതാ എന്ന്. അവനപ്പം എന്നെ നോക്കി ഒരു കള്ള ചിരിച്ചിരിക്കും. എല്ലാത്തിനും കണക്കൊക്കെ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൻ്റെ കാശൊക്കെ 4 വഴിക്ക് പോയത് ഈ രീതിയിലൊക്കെ ആവാം എന്ന് അദ്ദേഹം പറയാണ് കേട്ടോ. അപ്പം എല്ലാവരും അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് പോവുക. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്ന ഓരോ പൈസയുടെയും കണക്ക് ദൈവം ഉറപ്പായിട്ടും എഴുതി വെച്ചിട്ടുണ്ടാവും. പണിയെടുക്കാനുള്ള അത്രയും ആയുസ്സും ആരോഗ്യവും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന അരവിന്ദൻ പറയുന്നത്. പക്ഷേ അവൻ്റെ കാര്യത്തിൽ അത് ഇങ്ങനെയായി തീർന്നല്ലോ. അവൻ്റെ മരണം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്ക് സങ്കടം വരികയാണ്. മക്കൾക്ക് മാത്രമല്ല, രാധമ്മയ്ക്കും ശാരദയ്ക്കും ഒക്കെ സങ്കടം വരിക. അച്ഛൻ ഇത്ര പെട്ടെന്ന് മരിച്ചല്ലോ എന്നുള്ള ആ ഓർമ്മകളിലേക്ക് അവർ കടന്നു വരിക. പെട്ടെന്ന് നാരായണേട്ടൻ അദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് കാശെടുക്കുക. അരവിന്ദൻ പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. കുറച്ച് കാശായത് പലർക്കായിട്ട് അവൻ കൊടുത്തിട്ടുള്ള 10,000 മുതൽ 10ൻ്റെ തുട്ട് വരെ സ്വരുക്കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ്. 3 ലക്ഷം രൂപയുണ്ട്, ഇതങ്ങോട്ട് വാങ്ങണം, ഇത് അവന് മാത്രം അവകാശപ്പെട്ട തുകയാണ്, അവൻ പലപ്പോഴായിട്ട് അവിടെ സഹായിച്ചിട്ടുള്ള തുകയാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നും പറഞ്ഞ് ആ പൈസ ശാരദയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ മനുഷ്യൻ. ശാരദ കണ്ണീരോടെയാണ് ആ കാശ് മേടിക്കുന്നത്. അതിനുശേഷം അരവിന്ദൻ്റെ പെട്ടിയാ ഇത് എന്നും പറഞ്ഞ് ആ പെട്ടിയും കയ്യിലേക്ക് കൊടുക്കും. ഒരു നിധി പോലെ അയാൾ സൂക്ഷിച്ച സാധനങ്ങളാ ഇതിൽ. അരവിന്ദനും എനിക്കും ഇടയിൽ മറ്റൊരു കടം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റൊരു ബാഗ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അരവിന്ദനും എനിക്കും ഇടയിൽ മറ്റൊരു കടം കൂടിയുണ്ട്. ഇത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാ അടങ്ങിയ കാസറ്റാണ് ഇത്. അവന് ഈ പാട്ട് അടങ്ങിയ കാസറ്റ് നാട്ടിലേക്ക് തന്നുവിടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും അതിനുള്ള സമയം ആയിട്ടില്ലടാ എന്ന് പറയും. ഇപ്പം ഈ അവസ്ഥയിൽ ഇത് കൊണ്ട് തരേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഇതിൻ്റെ പേരിൽ ഈ യാത്രയിൽ അവൻ എന്നോട് പിണങ്ങു വരെയും ചെയ്തതാ, ഞാനിത് കൊടുത്തു വിട്ടില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കരയുവാണേ. ആ മനുഷ്യൻ്റെ കൂടെ അദ്ദേഹവും നിന്ന് കരയുക. അതൊരു കടമ ഇനി ബാക്കി കിടക്കണ്ട. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ശാരദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെയുണ്ട് ഒരു ടേപ്പർ കോഡ് എന്നും പറയാണ് ശാരദ. അത് കേൾക്കുമ്പം യമുന പെട്ടെന്ന് അച്ഛൻ്റെ മുറിയിലേക്ക് കയറി വരിക. അതും 3ാമത്തെ മകളാണല്ലേ യമുന, ആ കയറിപ്പോയ കുട്ടി. ഇത് വേണ്ട പറയണ്ട, എനിക്കറിയാം, അരവിന്ദൻ പറഞ്ഞ എല്ലാ മക്കളെയും എനിക്കറിയാം. ഇത് കാവേരി, ഇത് ഗംഗ, ഇത് അരവിന്ദൻ്റെ സ്വന്തം രാധമ്മ. അപ്പം പെട്ടെന്ന് രാധമ്മയുടെ കണ്ണ് നിറയുവാണേ. അല്ല, ഇളയ ഒരു കുട്ടി കൂടിയില്ലേ നിള, അവളോ എക്സാമൊക്കെ കഴിഞ്ഞല്ലേ, അതുകൊണ്ട് ഇപ്പം കളിക്കാനായിട്ട് കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക, ഞങ്ങൾക്ക് കൂടി കാണാൻ കിട്ടാറില്ല, എപ്പോഴും കളിയാ എന്ന് പറയാണേ. അപ്പം യമുന അച്ഛൻ്റെ ആ ടേപ്പർ കോഡ് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കാവേരി അതിനടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ആ കാസറ്റ് അതിൽ ഇടുവാണേ. എല്ലാം കണ്ടുകൊണ്ട് രാധമ്മയും മക്കളും നിൽക്കുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും